നമസ്കാരം. നമസ്തേ. സുരേഷ് ഗോപിയുടെ വിജയം ഏത് രീതിയിലാണ് കാണുന്നത് ചേച്ചി? വിജയം ഏത് രീതിയിലാണ്? സന്തോഷമാണ്, അതിലേറെ സങ്കടമുണ്ട്. കാരണം സങ്കടം എന്തിനാന്നറിയാം, ആ മനുഷ്യൻ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തുനിന്ന് മീഡിയക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവരുടെ കുടുംബത്തെ മൊത്തം തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടല്ലോ. കാരണം വേറെ ഒരു പാർട്ടി മത്സരിക്കാൻ നിന്ന് ഒരാൾക്ക് ഇങ്ങനൊന്നും അനുഭവങ്ങൾ ഉണ്ടായി കാണില്ല. അപ്പം അതിനൊക്കെയുള്ളൊരു തിരിച്ചടിയാണ് ഈ വിജയം. കാരണം നമ്മൾ വേറൊരു രീതിയിലല്ല, പ്രതിഷേധവും കാര്യങ്ങളും ഒന്നുമല്ല, ഈ വിജയമാണ് അവർക്കുള്ള പ്രതിഷേധവും തിരിച്ചടിയും ഒക്കെയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ 2 വർഷമായിട്ട് എസ്-നെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും, സ്ത്രീകളും കുഞ്ഞുങ്ങളും മക്കളും എല്ലാവരും ഒരേ പോണക്ക് ഒരുപാട് വർക്ക് ചെയ്തവരാണ്. അപ്പോൾ അതിനുള്ളൊരു വിജയമാണ്, ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്കും അറിയാമായിരുന്നു സുരേഷ് ഗോപി നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കുമെന്ന് അറിയാമായിരുന്നു. ഞങ്ങളെല്ലാവരും ചേട്ടനെ കാത്തിരിക്കുകയാണ്. ചേട്ടൻ തൃശ്ശൂർ വരെ എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവരിതൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിൽ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന തന്തേനെയും തള്ളേനെയും മക്കളെ ഒക്കെ ചേർത്ത് പറഞ്ഞ് കുറേ വൃത്തികെട്ട രീതിയിലൊക്കെ വളരെ മോശമായിട്ടൊക്കെ ഞങ്ങളെയൊക്കെ സംസാരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. തൃശ്ശൂർ ഇപ്പോൾ എടുക്കുവോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് കിട്ടും, അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ടേ മറുപടി കൊടുത്തിട്ടുള്ളൂ. ഇപ്പം ഈ വിജയ ആഘോഷമാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഏറ്റവും വലിയ രീതിയിൽ അപമാനിച്ച 2 പ്രധാനപ്പെട്ട വിഷയമുണ്ടായിരുന്നു. ഒന്ന്, മീഡിയ 1 ചാനലിലെ ഒരു റിപ്പോർട്ടറെ കയറി പിടിച്ചു, അല്ലെങ്കിൽ സ്ത്രീ കൈ വെച്ചു എന്ന രീതിയിലുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. രണ്ടാമത് ചെമ്പ് ഗോപി എന്നുള്ള രീതിയിൽ അപമാനിച്ച് ലൂർദ് പള്ളിയിൽ സ്വർണ്ണ കിരീടം കൊടുത്തതിന്റെ പേരിലൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവരോടൊക്കെ എന്താണ് ഒരു എളിയ BJP പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒന്ന് പ്രതികരിക്കാനുള്ളത് എന്താണ്? ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഞാനൊരു സാമൂഹിക പ്രവർത്തക കൂടിയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു മനുഷ്യനെ തേജോവധം ചെയ്യുന്നതിന് ഏറ്റവും വലിയൊരു പോയിന്റ് എപ്പോഴും എന്താണെന്നറിയാം, സ്ത്രീകളെ വെച്ചിട്ട് സംസാരിച്ച് സ്ത്രീകളുടെ കുറ്റങ്ങൾ അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് പറയുന്നതാണ്. പക്ഷെ ആ സ്ത്രീ ചെയ്തത്, അദ്ദേഹം തോളിൽ കൂടെ കൈയിട്ട് എന്ന് പറയുന്നൊരു വിഷയമാണല്ലോ അന്ന് പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ടു നിന്നവർക്കും ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് മീഡിയക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്-നെ ഒന്ന് കണ്ടു കഴിഞ്ഞ് ഓടിപ്പോയി ഒന്ന് ഹഗ് ചെയ്ത്, കാരണം ഞങ്ങളുടെ സന്തോഷം അറിയിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. കാരണം ഒരു അച്ഛൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെയോ ഒക്കെ സ്ഥാനമാണ് ഞങ്ങൾ എസ്-ടിക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലൊരാളെ പോണക്ക് തന്നെയാണ് എസ്-ടി ഞങ്ങൾക്ക്. അപ്പോൾ അവരോട് പറയാനുള്ളത്, അന്ന് അവരും അവരുടെ കൂട്ടത്തിൽ നിന്ന്, കാരണം ആ നിമിഷം അവർ പ്രതികരണവുമായിട്ട് വന്നിട്ടില്ല. അതിനുശേഷമാണ് കുറേ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആരാണ് കുത്തിപ്പൊക്കെ കൊണ്ടുവന്നതെന്നും എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ചെമ്പ് ഗോപി എന്ന് പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോൾ ഭക്തർ നേർച്ചയല്ല, ഞാനിപ്പോൾ ഒരുപാട് വഴിപാടുകൾ ചെയ്തിട്ടുണ്ട് എസ്-ടിക്ക് വേണ്ടിയിട്ട്, ഒരുപാട് വഴിപാടുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഒരു സന്തോഷമാണ്. അല്ലാതെ ഞാൻ എന്ത് കൊടുക്കണമെന്ന് എനിക്ക് എൻ്റെ സാമ്പത്തികം അനുസരിച്ച് മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ നമ്മളൊരു വഴിപാടായിട്ട് ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കാറില്ല നിങ്ങൾ എന്താ തന്നത്, ഇത് എത്ര തൂക്കമുണ്ടെന്ന് ചോദിക്കാറില്ല. പക്ഷെ എസ്-ടി കൊടുത്ത ഒരു കിരീടമായിരുന്നു അന്നത്തെ വിഷയം ഉണ്ടായിരുന്നത്. ചെമ്പ് ഗോപിയല്ല, തനി തങ്കമാണ് സുരേഷ് ഗോപി എന്നുള്ളത് ജനങ്ങൾ തെളിയിച്ചല്ലേ? 10 മാറ്റ് തങ്കാണ്. 916 10 മാറ്റ് തനി തങ്കാണ്. അത് തെളിയിപ്പിച്ചു കഴിഞ്ഞ് തൃശ്ശൂർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, തൃശ്ശൂർ ഞങ്ങൾ എടുക്കുക എന്നല്ല, തൃശ്ശൂർ അങ്ങ് കൊടുത്തു എന്ന് വേണം പറയാൻ. തൃശ്ശൂരുകാർ മൊത്തത്തിൽ രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാവരും എസ്-ടിനെ ഏറ്റെടുത്തു കഴിഞ്ഞ് നാടിൻ്റെയും ജനങ്ങളുടെയും വികസനമാണ് ജനങ്ങൾക്ക് ആവശ്യമെന്ന് അവർ തെളിയിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ മാത്രം വികസനം ആയിരിക്കില്ല ഇത്, കേരളം മൊത്തത്തിൽ നല്ല രീതിയിൽ വികസനം കൊണ്ടുവരികയാണ്. പിന്നെ BJP-ക്കാർ കേരളത്തിൽ അക്കൗണ്ട് മാത്രമല്ല ഓപ്പൺ ചെയ്യുന്നത്, താമര വിരിയിപ്പിക്കുമെന്ന് തെളിയിപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെ കാണുന്നു സുരേഷ് ഗോപിയുടെ വിജയം? സുരേഷ് ഗോപിയുടെ വിജയം നല്ല രീതിയിലാണ് കാണുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു വിജയം, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനാൽ കൂടുതലുള്ളൊരു വിജയ സാധ്യത ഭൂരിപക്ഷമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. SDP അടക്കമുള്ള സംഘടനകളുടെ വോട്ട് UDF-ന്റെ സ്ഥാനാർത്ഥി പരസ്യമായിട്ട് അത് ഞങ്ങൾ വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർഗീയവാദികളുടെ വോട്ട് നേടാൻ, അങ്ങനെ നേടി ജയിക്കാനൊക്കെ വിചാരിച്ചിരുന്നു മുരളീധരൻ. ജനങ്ങളത് ഏത് രീതിയിലാണ് കണ്ടത്? ചേച്ചി, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഈ തൃശ്ശൂരിന് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ജനങ്ങൾ പൂർണ്ണമായിട്ടും സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവല്ല ഈ ഒരു വിഷയം? തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ 5 വർഷമായിട്ട് ഈ മണ്ഡലത്തിലാണ്, ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ട് ആള്. ഓരോ കാര്യങ്ങളും ഓരോരുത്തരോട് ചെയ്യേണ്ടതും അതിന്റെ തെളിവാണ് ഈ വിജയം ആളുടെ. അത് ആൾക്ക് നമുക്കൊന്നും എന്താ പറയാ, വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ആളുടെ വിജയം വന്നിട്ടുള്ളത്.
കരുവന്നൂർ വിഷയമുണ്ടല്ലോ, അത് തൃശ്ശൂരോ കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ അതിനെ, ഇതിന്റെ പുറകിലുള്ള ആളുകൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിധി? തീർച്ചയായിട്ടും അതെ അതെ അതെ. അതിന്റെ തിരിച്ചടിയാണല്ലോ ഇപ്പൊ ഈ വിജയത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അവിടെ സുനിൽകുമാർ ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് ആ വോട്ടുകൾ മുഴുവനും സുരേഷ് ഗോപിയാണ് കിട്ടിയിട്ടുള്ളത്. ആള് ഒരു ഫിലിം സ്റ്റാർ ആണ്. ആള് ഒരു 19 കിലോമീറ്ററോളാണ് നടന്ന്. അപ്പൊ ആൾക്കതൊരു യാതൊരു ആവശ്യമില്ല. ആൾക്ക് സാമ്പത്തികമായിട്ടും അത് നല്ലൊരു കഴിവുള്ള പൈസക്കുള്ള ഒരാളാണ്. ആൾക്ക് എന്തിനാണ് ഇങ്ങനെ, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ അത്രയും ത്യാഗം സഹിച്ച് ഈ ഒരു പരിപാടിക്ക് വന്നതും ഈ പരിപാടി നല്ല വിജയകരമായി വിജയിപ്പിച്ചതും. ചേച്ചി, സുരേഷ് ഗോപിയുടെ വിജയം വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഒരു 50,000 എത്തുന്നവരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പലർക്കും അദ്ദേഹം ജയിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരെ പോലെ പെരുമാറും, അങ്ങനെയൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണകളുണ്ട്. അതൊരിക്കലും വേണ്ട. സുരേഷ് ഏട്ടൻ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം, നമുക്ക് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി, തൃശ്ശൂരിന് വേണ്ടി ചെയ്യും. ഇപ്പം അദ്ദേഹത്തിൻ്റെ MP ഫണ്ട് ഉപയോഗിച്ചൊരു ഗ്രാമം തന്നെ, ഒരു പഞ്ചായത്ത് തന്നെ ദത്തെടുത്തിട്ടുണ്ട്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അതുപോലെ ജനങ്ങൾക്ക് ഇനിയും പല പല ഗുണങ്ങളുണ്ടാവുന്ന അദ്ദേഹത്തെ പോലെ ഒരു നല്ലൊരു വ്യക്തി ജയിച്ചു വരേണ്ടത് തന്നെയായിരുന്നു ആവശ്യം. UDFന്റെയും LDFന്റെയും സൈബർ പോരാളികളുടെ ഭാഗത്തു നിന്ന് സുരേഷ് ഗോപി ഒരുപാട് ആക്ഷേപിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇവരോടൊക്കെ എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? ഇവരോടൊക്കെ ഈ വിജയത്തിൽ വളരെ ദുഃഖിക്കേണ്ട. വളരെ നമ്മുടെ നാടിന് നല്ലൊരു വ്യക്തിയെ കിട്ടി. ഇവരുടെ സൈബർ ആക്രമണം കാരണം അദ്ദേഹത്തിന് വിജയ സാധ്യത കൂടുകയാണ് ചെയ്തത്, കുറയല്ല ചെയ്തത്. അത് അവർ ചെയ്തു കൊടുത്തതിന് വളരെയധികം നന്ദി. ഇപ്പൊ സൈബർ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം ഒന്നും കൂടി ഫേമസ് ആയി. അദ്ദേഹത്തിന് വിജയം, ജനങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടി. അദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത് കൊണ്ട് മാത്രം. നമ്മുടെ തൃശ്ശൂരിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗം, അത് സുരേഷ് ഗോപിക്ക് വലിയ രീതിയിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള തെളിവ് കൂടിയാണോ അത്? ഉണ്ടാവും. ഒരു ഭാഗം ഉണ്ടാവാൻ വഴിയില്ല. മിക്കവാറും കൂടുതൽ ജനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്നുള്ളത് തന്നെ തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ട് ജനങ്ങൾ. അതിൻ്റെ ഒരു മുന്നേറ്റമാണ് ഈ കാണുന്നത്. കേരളത്തിൽ മുഴുവൻ BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഓരോ ഭാഗത്തും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 7 നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്നതാണല്ലോ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം. 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. BJPയെ സംബന്ധിച്ച് എന്ത് റിസൾട്ട് ആയിരിക്കും? അതിൽ നല്ലൊരു വിജയം. BJP നല്ലൊരു മന്ത്രി വീണ്ടും നമ്മുടെ കേരളത്തിന് വേണ്ടി വരും എന്നുള്ള നല്ല ഉറച്ച വിശ്വാസം തോന്നുന്നു. ഈ ഒരു വിജയത്തോടു കൂടി ഒരു നിയമസഭയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഉറപ്പാണ്. ഈ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, തിരുവനന്തപുരത്തെ നേമം നിയോജക മണ്ഡലത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടാൻ ആകെ ഉണ്ടായിരുന്ന സീറ്റായിരുന്നു. ആ സീറ്റ് പരാജയപ്പെടാൻ കാരണം ഈ പറയുന്ന മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. BJP തൃശ്ശൂർ വിജയിക്കുമെന്നുള്ള സാധ്യത വന്ന സമയത്തല്ലേ മുരളീധരനോട് സ്ഥാനാർത്ഥിയായി വന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ജയിക്കുന്ന അദ്ദേഹത്തിന് ഉറപ്പില്ല. എങ്കിലും ഇതിലൊരു സുരേഷ് ഗോപിക്ക് എതിരെ ഒരു പോരാളിയായിട്ട് നിൽക്കാൻ പറ്റുമോ, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ധാരണ കൊണ്ടായിരിക്കും അദ്ദേഹം ഇവിടെ വന്ന് ഇലക്ഷനിൽ നിന്നിട്ടുള്ളത്. ജനങ്ങൾ അതിന് വലിയൊരു തിരിച്ചടിയല്ല നൽകിയത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ വിജയിച്ചിരിക്കുന്നത്. ഇതുപോലൊരു രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രാഷ്ട്രീയ ചിന്താഗതിയോട് കൂടി നടക്കുന്ന ഇതുപോലുള്ള സ്ഥാനാർത്ഥികൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് ദോഷമല്ല. തീർച്ചയായിട്ടും ഇത്തരം ദോഷം ചെയ്യുന്നവരെ തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉത്തരവാദിത്വം. നമ്മൾ പിന്നെയും അവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാതെ നല്ലൊരു മനുഷ്യനെ സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്തതിൽ നമുക്ക് വളരെ സന്തോഷം. അദ്ദേഹത്തെ വിജയിപ്പിച്ചതിൽ വളരെയധികം സന്തോഷം. തിരഞ്ഞെടുപ്പിന്റെ അന്ന് സുനിൽകുമാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾ LDF ഇതാ വിജയിക്കാൻ പോവുകയാണ്, ജയിച്ചു ഞങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുനിൽകുമാർ എന്ന് പറയുന്ന തൃശ്ശൂർക്കാരനോട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താ പറയാൻ? ഇദ്ദേഹത്തിന്റെ വിജയം കണ്ട് സന്തോഷിക്കാൻ പറയുന്നു. അതിലേറെ അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ ദുഃഖം ഉണ്ടായിരിക്കാം. അദ്ദേഹം കരുവന്നൂരിലത്തെ പ്രശ്നം എന്ന അദ്ദേഹം ഇടപെടേണ്ടതായിരുന്നു. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് അറിവില്ലാത്തൊരു വ്യക്തിയല്ല അദ്ദേഹം അതിലിടപെട്ട് അതിനെ ഒരു ജനങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കേണ്ടതായിരുന്നു. അപ്പൊ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവണല്ലോ. പിന്നെ അതുപോലെ തന്നെ മുരളീധരൻ അദ്ദേഹം പറഞ്ഞു മുട്ട പൊട്ടും എന്നൊക്കെ പറഞ്ഞു. ഇത് വെറും കോഴിമുട്ടയല്ല, അതിലും സ്ട്രോങ് ഇതാണ്, എന്താ പറയാ, എമു എന്ന് പറയുന്ന അങ്ങനത്തെ മുട്ടയാണ്, സ്ട്രോങ് ആണ്. അതുകൊണ്ടായിരിക്കും സുരേഷ് ഏട്ടൻ പൊട്ടാതെ ആ കോഴിമുട്ടകളെയൊക്കെ പൊട്ടിച്ചിട്ട് സുരേഷ് ഏട്ടൻ വിജയത്തിലേക്ക് എത്തിയത്.